ദൈവമുൻപാകെ കടന്നു വരുവാൻ, ഒന്നിച്ച് കൂടി വരുവാൻ ജീവിതത്തിലൊരു സാവകാശം കൂടി ദൈവം നമുക്ക് തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്നവനും നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഒരല്പസമയം ചിന്തയ്ക്കായി നിങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് തിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പലപ്പോഴും പലരും പലതും പറയും, കേൾക്കും. കേട്ടിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നു പോകുമ്പോൾ ഒന്നും ഇല്ലാത്ത ശൂന്യമായ ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരേ വിഷയം തുടർച്ചയായി അനേക പ്രാവശ്യം പറഞ്ഞാലും ശരി, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അതങ്ങ് കയറുന്നില്ല കേൾക്കുന്നവരുടെ. എന്തുകൊണ്ട് എന്ന് എനിക്കറിഞ്ഞു. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുന്നവരാണ്. ഈ ഉപദേശിക്കുന്നവരെ ഉപദേശി എന്നാണ് വിളിക്കുന്നത്. എനിക്കും അത് വലിയ ഇഷ്ടമുള്ളൊരു വാക്കാണ്, ഉപദേശി. ഉപദേശിക്കുന്നു. ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച്? ഒരഭിമാനം തോന്നുന്നുണ്ട്. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞു, പാസ്റ്ററൽ തിയോളജിയും പഠിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എന്ന പേര് ഓരോരുത്തർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പാസ്റ്റർ എന്ന പേര് തെറ്റല്ല എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഇതിനേക്കാളൊക്കെ നല്ല പേരാണ് സഹോദരൻ. ഒരു സഹോദരൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല അത്. ഒരു സഹോദരൻ ഉണ്ടായിരിക്കുക. എൻ്റെ അമ്മയോട് പ്രസവിച്ച എൻ്റെ സഹോദരൻ ഈ പേര് പറഞ്ഞ് എന്നെ കളിയാക്കി. ഓ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നവരുടെ അവനൊരു വാക്യമൊക്കെ പറഞ്ഞ് കളിയാക്കി. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ വീടിൻ്റെ ഭാഗത്ത് എനിക്ക് എൻ്റെ അനുജൻ്റെ സ്വത്തിനോട് ചേർന്ന് എനിക്ക് വേണം എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞപ്പോഴാണ് ഈ പരിഹാസം ഉണ്ടായത്. പരിഹസിക്കാത്ത വിധത്തിലുള്ള ഒരു സഹോദരൻ. ഇന്ന് എല്ലാവരും വിധത്തിലാണ് അവരുടെ പ്രവർത്തനം. ചിലർ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സഹോദരനായി, ചിലർ ഒന്നും പ്രതീക്ഷിക്കുകയില്ല, എന്തെങ്കിലും അടിമവേല ചെയ്യിക്കാൻ വേണ്ടിയിട്ടായി സഹോദരനായി കണക്കാക്കും. ചിലർ ഉത്തരവിടാൻ വേണ്ടിയിട്ടാണ് ചിലരുടെ സഹോദര സ്നേഹത്തിൻ്റെ ഇത്. ചിലർ പരിഹസിക്കും. ഇങ്ങനെ ലോകം വിവിധ വിധത്തിൽ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പോൾ പുതിയ സൃഷ്ടിയുടെ പേര് പുതിയതാകണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷയുടെ നിർണയം പ്രാപിച്ച് ദൈവമുൻപാകെ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായല്ലോ. എൻ്റെ പേര് പഴയ അന്നും വിൽസൺ ഇന്നും വിൽസനാണല്ലോ. എനിക്ക് വളരെ തമാശ തോന്നുന്ന വിധത്തിൽ ദൈവം അതിൻ്റെ സംശയം മാറ്റി തന്നു. ആദ്യം എൻ്റെ മനസ്സെന്നെ വിളിച്ചിടാ മണ്ട, നിന്നെ ഇപ്പോൾ എല്ലാവരും എങ്ങനെയാണ് വിളിക്കുന്നത്? ഈച്ച വിൽസൺ. അന്ന് ഈച്ച പിടിച്ച് നടക്കുകയായിരുന്നു, തേനീച്ച വളർത്തലായിരുന്നു ജോലി. അതുകൊണ്ട് എല്ലാവരും ഈച്ച വിൽസൺ എന്ന് വിളിക്കാം. ഇന്നോ? അപ്പോൾ എനിക്ക് കപ്പക്കാരും പിടികിട്ടി. എന്ന് പേര് ഇന്ന് ഉപദേശി വിൽസനായി. അന്ന് ഈച്ച വിൽസനായിരുന്നു, ഇന്ന് ഉപദേശി വിൽസനായിരുന്നു. ചിലരൊക്കെ ഈച്ച പാസ്റ്റർ എന്ന് വിളിക്കും. അതവരുടെ വിവരക്കിടന്ന് കയറും. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഈ പുതിയ സൃഷ്ടിക്കുണ്ടാകുന്ന പുതിയ പേരാണ് ഉപദേശി. കാരണം ഞാൻ ആരുടെ നാമത്തിൽ രക്ഷിക്കപ്പെട്ടു, ഞാൻ എങ്ങനെ രക്ഷയിലേക്ക് വന്നു, രക്ഷയിലേക്ക് വന്നിട്ട് എനിക്കുണ്ടായ പ്രത്യേക ഗുണവിശേഷം എന്താണ് ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചത്, അല്ലെങ്കിൽ ദൈവം എനിക്ക് എന്താണ് തന്നത്? എല്ലാവരും പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയും. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പ്രയോജനം കിട്ടി, ഇങ്ങനെയുള്ള പ്രയോജനം കിട്ടി. ഈ പ്രയോജനങ്ങളൊന്നുമല്ല. സമാധാനം എന്നൊന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നിട്ടുണ്ടോ എങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു. കാരണം എവിടെ പോയാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, എന്നെ നിയന്ത്രിക്കാൻ, എന്നെ സഹായിക്കാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, എന്നെ കാത്തു സൂക്ഷിക്കാൻ ഒരാളും. ആ ആളിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരാണ് ആ ആൾ? സകലത്തെയും സൃഷ്ടിച്ച സർവത്തിൻ്റെയും ഉടയവനായ ഈ ദൈവം. ആ ദൈവത്തെ ഞാൻ അറിഞ്ഞത് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലൂടെയാണ്. ഒന്ന് മനസ്സിലാക്കുക, യേശു ക്രിസ്തു യഹൂദനായിരുന്നു.
യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാർ എല്ലാവരും യഹൂദന്മാരായിരുന്നു. ആ മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് തന്നെ യഹൂദന് വേണ്ടി യഹൂദനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്. യഹൂദനായ യേശുവിനെ കുറിച്ച് യഹൂദനായ ലേവി ഗോത്രത്തിൽപ്പെട്ട ലേവി എന്ന മത്തായി എഴുതിയ സുവിശേഷം അത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അങ്ങനെ യഹൂദന്മാരുടേതായ ഒരു പാരമ്പര്യമാണ് അവിടെ. ഈ യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച യേശു നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ആരോട് പ്രാർത്ഥിക്കുക? ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, എന്നെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ല, ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കണം. എന്നിട്ട് ആരോട് പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ എന്ന് തുടങ്ങണം. അപ്പോൾ പ്രാർത്ഥന പിതാവായ ദൈവത്തോടാണ്. യഹൂദന് 2 ദൈവങ്ങളില്ല, ഒത്തിരി ദൈവങ്ങളില്ല. പക്ഷേ ഏക സത്യദൈവമായ യഹോവ, അതാണ് യഹൂദൻ്റെ ദൈവം. ആ ദൈവത്തിലാണ് യേശു ക്രിസ്തു വിശ്വസിച്ചിട്ടുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ചതെല്ലാം യഹോവയായ ദൈവത്തോടായിരുന്നു, പിതാവായ ദൈവത്തോടായിരുന്നു, സ്വർഗസ്ഥ പിതാവായ ദൈവം. നമുക്കങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. കാരണം നാം രക്ഷാനിർണയം പ്രാപിച്ചത്, രക്ഷിക്കപ്പെട്ടത് യേശുവിലൂടെയാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം പിതാവായ ദൈവമേ, എനിക്ക് ആശ്രയിപ്പാനുള്ള ഏക നാമം യേശു ക്രിസ്തുവിൻ്റേതാണ്. യേശു ക്രിസ്തു എന്ന സുവിശേഷമാണ് എന്നെ നീയുമായി ബന്ധപ്പെടുവാൻ, അങ്ങുമായി ബന്ധപ്പെടുവാൻ എന്നെ ഇടയാക്കിയത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ നാമത്തിലാണ്. അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിലാണ്. അപ്പോൾ ആ വിശ്വാസം നമ്മിലേക്ക് ഊറി വന്നിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യം ഉണ്ടോ? ആ ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെട്ടു? അവിടെ പ്രസംഗം കേട്ടു, ഞാൻ എന്നെ ആലോചിച്ചു. അതല്ല, ദൈവം നിന്നെ കണ്ടു. ദൈവം മുൻകൂട്ടി നിർണയിച്ചവരെ കണ്ടു, അവരെ വിളിച്ചു, വേർതിരിച്ചു, വിശുദ്ധരാക്കി നിർത്തി. പക്ഷെ നാം ഇന്നും പഴയ സ്ഥാനത്ത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന്. ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തെ അറിയുവാനിടയാകും. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, പലപ്പോഴും പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതെല്ലാം പിതാവായ ദൈവത്തോടായിരുന്നു. പിതാവായ ദൈവത്തോടല്ലാതെ മറ്റാരോടും യേശു പ്രാർത്ഥിച്ചിട്ടില്ല. അവസാനം പറഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അങ്ങനെ കൈവിട്ടതെന്താ എന്ന് പോലും ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചത് പിതാവായ ദൈവത്തോടായിരുന്നു. ആ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ആ ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്ന നിങ്ങളുടെ ചിന്താകുലം എവിടെയാണ്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇന്ന് ലോകം വിവിധ തരത്തിലുള്ള ക്രൈസ്തവ സമൂഹങ്ങളുടെ ഒരു കൂമ്പാരം, ഇഷ്ടംപോലെ സഭാ സമൂഹങ്ങളാണുള്ളത്. എല്ലാവരും കൂടിയിട്ട് ഇന്ന് കർത്താവിനെ മുമ്പിൽ തള്ളി സ്വർഗത്തിൽ കയറ്റി. ഇനി അടുത്ത് ജനിപ്പിക്കും ഡിസംബർ മാസത്തിൽ. വീണ്ടും കഷ്ടാനുഭവങ്ങളായി. കഷ്ടാനുഭവിച്ച് അവസാനം കുരിശും ചുമപ്പിച്ച് പിന്നെയും കൊണ്ടുവന്ന് ക്രൂശിക്കും, പിന്നെ അടക്കും, പിന്നെ എഴുന്നേൽപ്പിച്ചു. ഇതാണോ വിശ്വാസം? ഇന്ന് എല്ലാം കഴിഞ്ഞു. ക്രൂശും ചുമപ്പിച്ചു, കുരിശി തറച്ചു, അവസാനം ശവാടക്ക് നടത്തി, പിന്നെ ഇതേപ്പോൾ എഴുന്നേൽപ്പിച്ചും വിട്ടു. എഴുന്നേൽപ്പിച്ചങ്ങ് വിട്ട് കഴിഞ്ഞപ്പോൾ ചില വീടുകളിലൊക്കെ ആഘോഷം. എന്തൊക്കെയാ ആഘോഷത്തിന്? മദ്യം വളരെ വിശേഷമായി വിളമ്പിക്കൊണ്ടാണ് അനേകരുടെ ആഘോഷങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മദ്യവ്യാപാരം നടന്നത് തൃശ്ശൂർ ജില്ലയിൽ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതും ഈ മദ്യവ്യാപാരം ഏറ്റവും കൂടുതൽ നടന്നത് ഞായറാഴ്ച, ഈസ്റ്റർ ദിവസമാണെന്ന് നോക്കണം. ഈസ്റ്റർ, ആ കഷ്ടാനുഭവ ദിവസങ്ങളിൽ. എൻ്റെ ഭാര്യയ്ക്ക് അടുത്ത ദിവസം ഒരു മണ്ടത്തരം പറ്റി. അവൾ വിചാരിച്ചിരുന്നു വ്യാഴാഴ്ചയ്ക്ക് ആയാൽ എല്ലാവരും പെസഹായും ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ട്
മീൻ വളരെ വില കുറച്ച് കിട്ടും. ഒരു 100 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ മീൻ വാങ്ങിക്കാം. അവൾ റോഡിൽ പോയി ഇങ്ങനെ നോക്കി ഇന്ന് മീൻകാരൻ വരുന്നത്. മീൻകാരൻ വന്നു, വില ചോദിച്ചപ്പോൾ സാധാരണ ഉള്ളതിൻ്റെ ഇരട്ടി വില. അപ്പോൾ മീൻകാരനോട് വിളി ചോദിച്ചു, എന്താണെന്ന്. അതേ ചേച്ചി, ഈസ്റ്ററല്ലേ വരാൻ പോകുന്നേ, ഈസ്റ്ററിന് മീൻ കിട്ടിയില്ലെങ്കിലൊന്നും വെച്ചാൽ എല്ലാവരും ഇന്ന് അറച്ചങ്ങ് വാങ്ങിക്കും. അപ്പോൾ ഇത് അങ്ങനെ വാങ്ങിച്ചാൽ അവർ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ഞായറാഴ്ച കിട്ടും. ചേച്ചി ഞായറാഴ്ച വന്നോ, തിങ്കളാഴ്ച വന്നോ, തിങ്കളാഴ്ച ആർക്ക് മീൻ വേണ്ടി വരിക. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മത്സ്യമാംസങ്ങളും വാങ്ങിച്ച് മദ്യസേവയും നടത്തി നമ്മളെന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്ന് വെച്ച് ഇപ്പോൾ സ്വർഗത്തിൽ പോകാം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അനേകരും ജീവിക്കുന്നത്. വചനം എന്താണ് പറയുന്നത്? രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അവിടെ. ആ പശ്ചാത്തലത്തെ ചിന്തിക്കുമ്പോൾ അയാൾ ആഗ്രഹിച്ച രക്ഷ ആത്മീക രക്ഷയാണോ ഭൗതിക രക്ഷയാണോ? അയാൾ ആഗ്രഹിച്ച രക്ഷ ലോകത്തിൽ നിന്നും തത്സമയത്തെ രക്ഷയെക്കുറിച്ചാണ് അയാൾ ചിന്തിച്ചത്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് അയാൾ അവിടെ ചിന്തിച്ചിട്ടില്ല. അയാൾക്ക് ആവശ്യം ആത്മാവിൻ്റെ രക്ഷയല്ലായിരുന്നു, തത്സമയത്തെ ലോകത്തിലെ ഒരു രക്ഷയെ. നിങ്ങൾക്ക് വേണ്ട രക്ഷയേത്? ആത്മീക രക്ഷയോ ഭൗതിക രക്ഷയോ? ഭൗതിക രക്ഷയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടം പോലെ കിട്ടാനായിട്ട്. ആത്മീക രക്ഷയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലക്ഷ്യം തെറ്റിയ ജീവിതമാണ് നമ്മുടേത്. ലക്ഷ്യം തെറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം പാപത്തിൽ മുഴുകിയ ജീവിതമാണ്. അന്ന് കർത്താവിനെ സ്വീകരിച്ചു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞു, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നു ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ പറഞ്ഞ് പോയി സ്നാനപ്പെട്ടു. രക്ഷിക്കപ്പെടുകയും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വചനം വിശ്വസിച്ചു. പോയി സ്നാനപ്പെട്ടു, മുങ്ങിപ്പൊങ്ങി എഴുന്നേറ്റു, വെള്ളം ഉണങ്ങി, നമ്മുടെ വിശുദ്ധിയും തൂക്കും. ഇതായിരിക്കരുത് ജീവിതം. ഇവിടെ സുന്ദർ സാറ് പറഞ്ഞു, ഞാൻ ആരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകും. ഞാനത് വളരെ ശരിയായി ശ്രദ്ധിച്ചു. ഭാര്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. ആർക്ക് വേണ്ടി? ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. എനിക്ക് വേണ്ടി ഒന്നുമില്ല. ഭർത്താവ് പണിയെടുക്കുന്നു ആർക്ക് വേണ്ടി? ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. എനിക്ക് വേണ്ടി ഒന്നുമില്ല. എന്തുകൊണ്ട് കർത്താവിൻ്റെ പേര് അവിടെ പറഞ്ഞില്ല? കർത്താവിന് ആവശ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന വിൽസന്റെ ഭാര്യയാണോ? അല്ലെങ്കിൽ കർത്താവിന് ആവശ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതകാലത്ത് എല്ലായ്പ്പോഴും എപ്പോഴും പണിയെടുക്കുന്ന വിൽസനെയാണ്? എന്താണ് കർത്താവിൻ്റെ ആവശ്യം? എന്താണ് കർത്താവിന് വേണ്ടത്? കർത്താവിന് വേണ്ടത് നിശ്ചയമായി നിങ്ങളെയാണ് വേണ്ടത്. കർത്താവിന് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങളെ. കർത്താവിന് വേണ്ടി എന്തു പണിയെടുത്തു? കർത്താവിന് വേണ്ടി പണിയെടുക്കാൻ നമുക്കൊന്നുമില്ല, ഒരു ജോലിയില്ല. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 27:3. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. നീ ഇപ്പോൾ നിന്റെ ആയുധമായ വില്ലും പൂണിയും എടുക്കുക. ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഇസ്ഹാക്ക് മരണസംബന്ധമായ വയസ്സനായി ഏറെക്കുറെ ജീവിതം അവസാനിച്ച ഘട്ടത്തിലായി.
ഇസ്ഹാക്കിൻ്റെ 2 മക്കളാണ് യാക്കോബും ഏശാവും. ഇതിൽ ഏശാവിനോടാണ് പറഞ്ഞത്, നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ടവേണം. ഈ അപ്പന് മക്കളെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അപ്പൻ മൂത്ത മകനെ വിളിച്ചിട്ട് നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇന്ന് സാധാരണഗതിയിൽ ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മെ ദൈവം അറിയുന്നുണ്ടോ എന്നാണ് വാസ്തവം. ദൈവം എന്നെ അറിയുന്നു എങ്കിൽ എന്നെ വിളിച്ച് ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്യണം എന്ന ഉത്തരവാദിത്വ ബോധം എനിക്കുണ്ടാകും. മറ്റുള്ളവർ പറയുന്നത് നോക്കരുത്, ശ്രദ്ധിക്കരുത്. മറ്റുള്ളവരല്ല നമ്മുടെ മാതൃക. നമ്മുടെ വഴി അത് വചനമാണ്. ഇവിടെ ഇസ്ഹാക്കിന് വളരെ കൃത്യമായിട്ട് അറിയാം യാക്കോബ് ആരാണ്, ഏശാവ് ആരാണ്. അതുകൊണ്ട് ഏശാവിനെ വിളിച്ചിട്ട് അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ ഏശാവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി. അവിടെ ചില അർത്ഥങ്ങളുണ്ട്. നിന്റെ ആയുധമായ വില്ലും പൂണിയും കാട്ടിലേക്കാണ് പോകേണ്ടത്. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ പോകണം. എന്താണ് ഈ ആയുധം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുധം എന്താണ്? ഈ ആയുധത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പഠിച്ചിരിക്കുന്നു? ഈ ആയുധത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ബോധവാന്മാരാണ്? എന്നെ രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ തന്ന എൻ്റെ ആയുധമാണിത്. ഇതെൻ്റെ ആയുധങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന പൂണിയാണ്. ഇതിൻ്റെ അകത്ത് അതിശക്തമായ മുറിവേൽപ്പിച്ച് കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ പറ്റുന്ന അനേക ശരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അസ്ത്രം നിറഞ്ഞ ഈ പൂണിയെക്കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതെന്താണ്. ഈ അസ്ത്രങ്ങൾ നിറഞ്ഞ ഈ പൂണിക്കകത്ത് അല്ലെങ്കിൽ ഈ ആയുധ ശേഖരണ ഉപകരണത്തിൻ്റെ അകത്ത് ഏതെല്ലാം വിധത്തിലുള്ള അസ്ത്രങ്ങളുണ്ട്. ഈ അസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ, ലക്ഷ്യം തെറ്റാതെ ഉപയോഗിക്കാനും അറിഞ്ഞിരിക്കണം. ലക്ഷ്യം തെറ്റാതെ ഉപയോഗിക്കാൻ അറിയണമെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്കായിരിക്കണം നിങ്ങളുടെ ദൃഷ്ടി പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഒരേ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി പോകുന്നില്ല എങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് ഒരു കാട്ടുമൃഗത്തെ എഴുതി പിടിക്കാൻ ഒക്കുകയില്ല. ആ ലക്ഷ്യം തെറ്റാതെ അമ്പയക്കുവാനുള്ള കഴിവ് നേടിയെടുത്തിട്ട് ഈ വില്ലും പൂണിയുമായി കാട്ടിലേക്ക് പോകണം. എന്താ കാടെന്ന് പറഞ്ഞാൽ? ഇന്നത്തെ റിസർവ് ഫോറസ്റ്റിലേക്ക് പോകാനല്ല വചനം നിങ്ങളോട് പറയുന്നത്. നാം താമസിക്കുന്ന സ്ഥലം വനമാണ്. നമ്മുടെ അടുത്തുള്ള കവല അത് വനമാണ്. നാം ആയിരിക്കുന്ന പ്രദേശങ്ങൾ അത് വനമാണ്. മനുഷ്യൻ അധിവസിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും വനങ്ങളാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവമാണ്, ഓരോ മനുഷ്യൻ്റെയും സ്വഭാവമാണ് ഓരോ കാട്ടുമൃഗത്തോടും ഇണക്കി ചേർത്തിരിക്കുന്നത്. ചവിട്ടി മെതിച്ചരയ്ക്കുന്ന മതയാനയുടെ സ്വഭാവമുള്ള ആളുകളില്ലേ? സൂത്രക്കാരനായ കുരങ്ങിൻ്റെ സ്വഭാവമുള്ള കുറുക്കൻ്റെ സ്വഭാവമുള്ള ആളുകളില്ലേ? മരം ചാടി നടക്കുന്ന കുരങ്ങിൻ്റെ സ്വഭാവമുള്ള ആളുകളില്ലേ? ഇന്ന് ഇവിടെ കണ്ട നാളെ വേറെടുത്ത്, നാളെ മറ്റന്നാൾ വേറെടുത്ത്, ഇങ്ങനെ ചാടി ചാടി ചാടിയാണ്. അങ്ങനെയുള്ള കുരങ്ങിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരില്ല. ഒന്ന് കൊത്തിയാൽ അപ്പോൾ തന്നെ മരിച്ചു വീഴത്തക്ക അത്ര വിഷം വമിപ്പിക്കുന്ന വിഷപ്പാമ്പിൻ്റെ സ്വഭാവമുള്ള ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അയ്യോ, പരദൂഷണം പറഞ്ഞു നടക്കുന്ന അങ്ങനെയുള്ള ഒരു മൃഗവും നമ്മുടെ കൂട്ടത്തിലില്ലേ? നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റൊരുത്തനെ മുറിവേൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ സംസാരിക്കുന്ന എത്രയോ മൃഗങ്ങൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയുള്ള മൃഗങ്ങളിൽ ഒന്നിനെ വേട്ടയാടി പിടിക്കണം. അപ്പം പറഞ്ഞു, നീ കാട്ടിൽ പോയി വല്ല ഞണ്ടോ ഞവണിക്കോ വല്ലതൊക്കെ പിടിച്ചുകൊണ്ടിരല്ല പറഞ്ഞു. അപ്പനെ ഇഷ്ടവും രുചികരവുമായ ഭോജനം നൽകുന്ന മൃഗം ഏതാണെന്ന് മകനറിയാം. ആ മകന് ഉന്നം തെറ്റാതെ എയ്യാനറിയാം. അപ്പനിൽ നിന്നും പ്രാപിച്ചെടുത്ത വിദ്യയാണ് മകൻ. മക്കളെല്ലാം പഠിക്കുന്ന അപ്പന്മാരിൽ നിന്നാണ്.
അപ്പന്മാരിൽ നിന്ന് പഠിച്ച അസ്ത്രവിദ്യ കൃത്യമായി അറിയാവുന്ന മകനോടാണ് അപ്പൻ പറയുന്നത്, നീ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്നു. കാട് എവിടെയാണ്? കാട് മനസ്സിലായി. ഈ കാട്ടിലുള്ള ഈ പറയപ്പെട്ട സ്വഭാവവിശേഷങ്ങളുള്ള നല്ല മൃഗത്തെ അമ്പെയ്ത് വേട്ടയാടി പിടിക്കണം. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി. നിനക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി വേട്ടയാടി പിടിക്കണം. വേട്ടയാടാൻ കാട്ടിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം പറഞ്ഞിട്ടാ ഓടിച്ചെന്ന് എന്തിനെങ്കിലും ഇല്ല. കാട്ടിൽ ചെങ്കുത്തായ കയറ്റങ്ങളുണ്ട്. മലയിൽ കയറ്റം കയറിയാൽ കിടന്ന് കിതയ്ക്കാൻ തക്കവണ്ണം ഓടിക്കയറരുത്. ഓടിക്കയറി ചെന്ന് കഴിഞ്ഞാൽ നീ കിതച്ചു പോകും. കിതച്ചു പോയാൽ പിന്നെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, തളർന്നിരിക്കും. അതുപോലെ തന്നെ ഇറക്കവുമുണ്ട്. കയറ്റം കഴിഞ്ഞാലുള്ള ഈ ഇറക്കം ഒന്നും ശ്രദ്ധിക്കാതെ ഓടിയിറങ്ങരുത്, മുക്കും കുത്തി വീഴും. അപ്പോൾ വീഴാനിടയാകരുത്. ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം. കാട്ടിൽ നടക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. കാൽ ചവിട്ടടി വെക്കുമ്പോൾ ആ കാൽ ചവിട്ടടിയിൽ നിന്റെ കാലിൻ്റെ അടിയിൽ കരിയിലകൾ ഞെരിഞ്ഞമർന്നാൽ, ചെറിയ ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞു വീണാൽ അതിൻ്റെ ശബ്ദം കേട്ട് നിന്റെ ലക്ഷ്യമൃഗം നിന്നിൽ നിന്ന് ഓടി ഒളിക്കാനിടയാകും. അതുണ്ടാകാതെ സൂക്ഷിക്കണം. അപ്പോൾ കാട്ടിലേക്ക് പോകുന്ന, വേട്ടയാടാൻ പോകുന്നതിന് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ച് അതാത് മൃഗം, അപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള മൃഗം എവിടെയാണോ ആ സ്ഥലത്തെത്തി അവിടെ ചെല്ലുമ്പോൾ ക്ഷീണിച്ച് മരത്തിൻ്റെ തണലിലിരുന്ന് ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ പക്ഷികളുണ്ട്. ഇത് ദേഹത്തേക്ക് കാഷ്ടിക്കാനിടയാകും, ചീത്തപ്പേരുണ്ടാകും. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി മണലിൽ സുഖമായി കിടന്ന് വിശ്രമിക്കരുത്. നിനക്ക് വിശ്രമം ഇല്ല. രക്ഷിക്കപ്പെട്ട ദൈവവേദിലെ നിനക്ക് വിശ്രമമില്ല. നിനക്ക് കുറ്റം പറയാൻ സമയമില്ല. നീ മറ്റുള്ളവരെ നോക്കരുത്, നീ നിന്നെ നോക്കണം. ഓരോ ദിവസവും ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്താണ്, എൻ്റെ ജോലി എന്താണ്, ഞാൻ എന്തു ചെയ്തു, ഞാൻ ഒന്നിനെ വേട്ടയാടി പിടിച്ചിട്ടുണ്ടോ? പലരും പറയുന്ന പരിവേദനമാണ്, എനിക്ക് കഴിവില്ല. കഴിവ് നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവത്തോട് ആവശ്യപ്പെടണം. ഒരിടത്ത് പെന്തക്കോസ്തുകാരനായ ഒരു പോലീസുകാരനുണ്ട്. പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ പോലീസിലെ വലിയ ഓഫീസറൊന്നുമല്ല, ഏറ്റവും താഴെ നിലയിലുള്ള ഒരു പോലീസുകാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സുവിശേഷ താല്പര്യമുള്ള ഒരു സഹോദരിയായിരുന്നു. ഈ സഹോദരി സഭയിലുള്ള അവർക്കെല്ലാവർക്കും വലിയ മാന്യതയാണ് അവരോട്. അതിലൊന്ന് ഭർത്താവ് പോലീസുകാരനാണ്, മറ്റൊന്ന് ഇവർ സുവിശേഷവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇവരുടെ വീടിൻ്റെ പരിസരത്ത് ഒരു പാവപ്പെട്ട കുടുംബം ഉണ്ടായിരുന്നു. അവർ സുവിശേഷം കേൾക്കാനൊന്നും ഒരു വിധത്തിലും തയ്യാറാകില്ല. അങ്ങനെ തയ്യാറാകാത്ത ആ വിധത്തിൽ നിന്നും ഒരു ദിവസം ആ കുട്ടിക്കൊരു സംശയം തോന്നി, ചേച്ചി എന്താ ആഭരണമൊന്നുമില്ലാതെ? കിട്ടിയ സ്ഥാനത്ത് പിടിക്കാനിടയായി. ആഭരണം, എനിക്ക് ആഭരണമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കാതിലേക്ക് നോക്കി കുന്നിക്കുരുവോളം പോന്ന ഒരു ചെറിയ കമ്മൽ, മാലയുണ്ട്. ബ്ലൗസിൻ്റെ അകത്ത് നിന്നിങ്ങനെ മാല എടുത്ത് കാണിച്ചു, മാലയുണ്ട്. അപ്പോൾ ചേച്ചി, മറ്റുള്ളവരൊക്കെ ചിലരൊന്നും ഇടുന്നില്ല. മോളെ, ആഭരണം ഇടരുതെന്നല്ല വേദോസ്തം പറഞ്ഞിരിക്കുന്നത്. ചില ആഭരണങ്ങൾ ഒഴിവാക്കണം. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആഭരണങ്ങളാണ്. നമ്മുടെ ഡംഭം, നമ്മുടെ ഗർവ്, നമ്മുടെ ഞാൻ എന്നുള്ള ഭാവം, ഈ ആഭരണങ്ങൾ അങ്ങ് മാറ്റണം. അല്ലാതെ ആഭരണം ധരിക്കരുതെന്ന് ഞാൻ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. നിനക്കിപ്പോഴെന്താ വേണ്ടത്? നിനക്കെന്താ ആവശ്യം? അവളൊന്നും ചേച്ചിയുടെ വാച്ച് എനിക്ക് കല്യാണത്തിന് പോകാനായിട്ടൊന്ന് കേട്ടാൻ തരാം. ഏതായാലും ശരി, ആ ഒരു കാര്യത്തിൽ പിടിച്ച് ആ സഹോദരി ആ കുടുംബത്തെ നേടിയെടുത്തു. ബുദ്ധിപൂർവമുള്ള സമീപനവുമായി ആ ഒരു കുടുംബത്തെ നേടിയെടുക്കുവാൻ ഒരു വീട്ടമ്മയായ ആ സഹോദരിക്ക് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു എങ്കിൽ അവൾ ഒരു സുവിശേഷ പ്രവർത്തകയല്ല എന്ന് പറയാൻ പറ്റുമോ?
2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ. അവളുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല, അവളുടെ അമ്മയപ്പന്മാരുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല, അവളുടെ കുടുംബത്തിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവൾ ഇസ്രായേൽക്കാരത്തിയായ ആ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം അടിമയായി പിടിക്കപ്പെട്ട് ഇപ്പോൾ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്കൊരു പ്രത്യേകതയുണ്ട്, അവൾക്ക് അവളുടെ ദൈവത്തെ അറിയാം, അവളുടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അവൾക്കറിയാം, ആ പ്രവാചകന്മാരിലൂടെ എന്ത് നടക്കുന്നു എന്നറിയാം. നമുക്ക് എത്ര പേർക്കറിയും ദൈവത്തെക്കുറിച്ച്? ആ ദൈവത്തിൻ്റെ ശുശ്രൂഷകാരെ കുറിച്ച്, ദൈവത്തിൻ്റെ വേല അല്ലെങ്കിൽ വചനം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ കുറിച്ച് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എന്തു പറയും? പലർക്കും സംശയമാണ്. ഉപദേശിയെക്കുറിച്ച് സംശയിക്കുന്ന ഒരു ഇതാണ്. കാരണം ഉപദേശി അല്ലാതായി മാറിയിരിക്കുന്നു. ഉപദേശിയുടെ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും മറ്റു പലതുമായി മാറിയിരിക്കുന്നു, വചനം ശുശ്രൂഷിക്കുന്നത് വിട്ടിട്ട്. അങ്ങനെ വന്നപ്പോൾ ജനത്തിന് ഭയമായി തുടങ്ങി. കുഞ്ഞുങ്ങളും ആ വിധത്തിലാണ് കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അല്ല അറിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ, അതായത് പാൽക്കുപ്പിക്കകത്ത് നിറച്ചു കൊടുക്കുന്നത് ദൈവവചനമോ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരെക്കുറിച്ചോ അങ്ങനെ സുവിശേഷം അറിയിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചോ അല്ല, പിന്നെയോ പരദൂഷണമാണ്. ഇതാണ് നിർത്തേണ്ട ആഭരണങ്ങളിൽ ഒന്ന്. ആഭരണം ധരിക്കാതെ നടക്കുന്നതിൽ കാര്യമില്ല, ആഭരണം ധരിച്ചോളുക, പക്ഷേ ഇവിധ ആഭരണങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് ദൈവ മുൻപാകെ വിശ്വസ്തയോടെ സൗമ്യതയോടെ ആ ദൈവത്തെ നാമം മഹത്വപ്പെടുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ദൈവ മുൻപാകെ ആയിരിക്കണം. അതാ ഞാൻ വായിച്ചപ്പം എനിക്ക് മനസ്സിലാക്കിയതാണ്. ഇവിടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്നില്ല. വളരെ വളരെ പ്രാവശ്യം ഞാൻ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ മക്കളോടും നിന്റെ മക്കൾ അവരുടെ മക്കളോടും അവരുടെ മക്കൾ തലമുറകളോടും ദൈവത്തെക്കുറിച്ച് പറയണം. നമ്മുടെ മക്കൾക്ക് ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ വിവരം, ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാൽ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകണം, എങ്കിലേ ട്യൂഷൻ ക്ലാസ്സിൽ എത്താൻ പോകും. അവൻ ട്യൂഷൻ ക്ലാസ്സിൽ 8:30 മണി വരെ ഉണ്ട്. 8:30 മണിയാകുമ്പോഴത്തേക്കും അപ്പൻ ചെന്ന് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും. അത് കഴിച്ചിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ്സിലേക്ക് പോയി വൈകുന്നേരം ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിൽ പോകും. ഞായറാഴ്ചയും ഇത് തന്നെയാണ് ജോലി. സഭായോഗത്തിന് വരാൻ കുഞ്ഞുങ്ങളെ കിട്ടില്ല, അമ്മയപ്പന്മാർക്ക് സമ്മതമാണ്. ശുശ്രൂഷകൻ ദൈവദാസൻ വിളിച്ച് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ എന്താ സഭ? അയ്യോ, അവർക്ക് ട്യൂഷൻ. ഞാനൊരിക്കൽ ഒരു സഹോദരിയോട് ചോദിച്ചു, അപ്പോൾ ദൈവം ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നിനക്ക് സന്തതിയെ തന്നതാണ്, അതിനെ ദൈവം തിരിച്ചെടുക്കണോ? അവർ വളരെയേറെ എന്നോട് ബുദ്ധിമുട്ടുണ്ടാക്കി. ദൈവം തന്നതിന് ദൈവത്തിൻ്റെ വഴിയിൽ കൂടിയല്ല നീ നടത്തുന്നത്, അതുകൊണ്ട് ഇത് നിനക്ക് തിരിഞ്ഞു കൊത്തുന്ന സർപ്പമായി തീർന്നാൽ നീ ദൈവത്തെ കുറ്റം പറയുമോ? നിങ്ങളിപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ദൈവം മുൻപാകെ ദൈവമക്കളെ, സ്വന്തം മക്കളെ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടത്തിയ അമ്മയപ്പന്മാരെ എനിക്കറിയാം. ഞാൻ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വീട്ടിലിരുന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പലരെക്കുറിച്ചും ഓർക്കും. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു തൃപ്തി ഉണ്ടാകും. ഈ സഭയെക്കുറിച്ച് ഒരു തൃപ്തി. ആ തൃപ്തി ഉണ്ടാകാൻ കാരണം അവരുടെ അമ്മയപ്പന്മാരാണ്. വഴിയിൽ കിടക്കുന്ന രൂപാനോട്ട് കാറ്റിൽ പറന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റേതല്ലാത്ത എനിക്ക് വേണ്ട എന്ന് മകനെ പറഞ്ഞു പഠിപ്പിച്ച ഒരമ്മ, ആ തുക എടുക്കാൻ കൂട്ടാക്കാത്ത ഒരു മകൻ,
എത്ര മനസ്സിനെ ചിന്തിക്കുമ്പോൾ എത്ര സന്തോഷകരമായ അവസ്ഥയാണ്. ആ മകനെക്കുറിച്ച്, അവൻ്റെ അമ്മയെക്കുറിച്ച്, അവൻ്റെ അപ്പനെക്കുറിച്ച് എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ ഒക്കും? മക്കളെ പഠിപ്പിക്കുക മാത്രമല്ല, വചനം കൂടി പഠിപ്പിച്ച അമ്മയപ്പന്മാർ. ഇവിടെ നോക്കൂ, ഇസ്രായേൽക്കാരത്തിയായ പെൺകുട്ടിക്ക് അവളുടെ ദൈവത്തെ അറിയാം, ആ ദൈവത്തിൻ്റെ പ്രവാചകനെ അറിയാം, ആ ദൈവത്തിൻ്റെ പ്രവാചകന്റെ കഴിവുകളെ കുറിച്ചറിയാം. അവളിപ്പോൾ അടിമയാണ്, ഇസ്രായേൽക്കാരത്തിയാണ്, പക്ഷെ അടിമയാണ്. ഇസ്രായേൽക്കാരത്തിയായ നീ അടിമയായി നയമാന്റെ വീട്ടിലെ അടിമപ്പണിക്കാരിയായി എന്തുകൊണ്ട് വന്നു? അത് ദൈവത്തിൻ്റെ പ്ലാനിങ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അയാൾ കുഷ്ഠരോഗിയായിരുന്നു, രാജ്യത്തിലെ പ്രമുഖനാണ്, രാജസദസ്സിലെ പ്രമുഖനാണ്, പക്ഷേ അയാൾ കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗിയെ എല്ലാവർക്കും വെറുപ്പ്, അറപ്പാണ്. ഇയാളുടെ കുഷ്ഠരോഗം മാറാൻ വേണ്ടി അയാളുടെ ഭാര്യ ഒത്തിരി നേർച്ചകൾ നേർന്നിട്ടുണ്ടാകും, ഒത്തിരി ഔഷധങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടാകും, പല വൈദ്യന്മാരെയും സമീപിച്ചിട്ടുണ്ടാകും, അയാളും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കൽ സൗകര്യമായ ഒരു സമയം കിട്ടിയപ്പോൾ ആ പെൺകുട്ടി അവളുടെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ ഇവൻ്റെ കുഷ്ഠം അവൻ മാറ്റിക്കൊടുക്കുമായി. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവളിതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നില്ല, സൗകര്യം കിട്ടിയപ്പോഴാണ് പറഞ്ഞത്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സമയത്ത് നമുക്ക് പറയേണ്ട സുവിശേഷം അലക്ഷ്യമായി വിട്ടുകളയും. അലക്ഷ്യമായി വിട്ടുകളഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ്, എവിടേക്കോ പറഞ്ഞ്, കുറെ കടലാസൊക്കെ വലിച്ചു കീറിക്കളഞ്ഞ് കൊടുത്ത് ഇങ്ങനെ നടക്കും. ഇതല്ല സുവിശേഷം. ദൈവം നിനക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സമയം, ആ സമയത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക. ചിലപ്പോൾ അല്പം ചിലവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൊടുക്കുന്നതെല്ലാം അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട് അങ്ങനെ തന്നെ ഇവരൊക്കെ നമ്മുടെ കൂടെ വരും എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ പ്രതീക്ഷിക്കാതെ ദൈവം മുൻപാകെ ഒരേ ചിന്തയോടുകൂടി ആയിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതിനൊരവസരം ദൈവം നിശ്ചയമായി തരും. ആ കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ അമ്പ് നീ ശ്രദ്ധയോടെ എഴുതി വിട്ടാൽ ആ മൃഗം വീഴും, നിശ്ചയമായി വീഴും. അപ്പോൾ അമ്പ് എഴുതി വീണ മൃഗം എനിക്ക് തിന്നാനല്ല, പിന്നെയോ എന്നെ ഒരുത്തൻ കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്, നീ പോയി എനിക്ക് വേണ്ടി വേട്ടയാടി പിടിക്കണം. നിനക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ വേണ്ടിയിട്ടോ അല്ല, എനിക്ക് വേണ്ടി. ആ എനിക്ക് വേണ്ടി എന്നുള്ളതിൻ്റെ അടിയിലൊന്ന് വരച്ചു വയ്ക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ അതൊന്ന് വരച്ചു വയ്ക്കുക. എനിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തു? അവളുടെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ പ്രവാചകൻ യജമാനന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു. ഇതുവരെ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാ? എടി അടിമേ, ആ സത്തെ, നല്ല ശകാരവാക്കുകളായിരുന്നു അവൾക്കുള്ളത്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യജമാനത്തിയുടെ മനസ്സു മാറി. അവരാദ്യമായി അവളെ വിളിച്ചു മോളെ. എത്ര മധുരമനോഹരമായ പേരാണ് മോളെ എന്ന് വിളിക്കുവാൻ. സുവിശേഷം അറിയിക്കുന്ന നിന്നെ ആളുകൾ കളിയാക്കും, പരിഹസിക്കും, ഉപദ്രവിക്കും. ശരിയാണ്. പക്ഷേ സഹോദര, ഉപദേശി, സ്നേഹിത, പാസ്റ്ററെ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന അത്രയും സ്നേഹത്തോടു കൂടിയ ഒരന്തരീക്ഷം, ഒരു സമയം നിൻ്റെ മുമ്പിൽ ഉണ്ടായി കിട്ടണമെങ്കിൽ നീ എത്രത്തോളം കഷ്ടപ്പെടണം. ഇത്രത്തോളമെല്ലാം കഷ്ടപ്പെട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യജമാനത്തെ ഓടി നയമാൻ്റെ അടുത്തേക്ക്. നയമാൻ കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ ഒന്നും അന്വേഷിച്ചില്ല. അവൻ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. രാജാവ് ശമരിയയിലെ രാജാവിനൊരു എഴുത്തെഴുതി കൊടുത്തു. ഈ കത്തുമായി വരുന്ന ശ്രീമാൻ നയമാൻ എൻ്റെ രാജ്യത്തിലെ, എൻ്റെ രാജസദസ്സിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന് കുഷ്ഠരോഗിയാണ്. നീ ഇവൻ്റെ കുഷ്ഠരോഗം മാറ്റി.
ശമരിയിലെ രാജാവിന് കത്തെഴുതി കൊടുത്തിട്ട് രാജാവിന് എന്തറിയാം? അങ്ങേർക്ക് ചികിത്സിക്കാൻ അറിയാവോ? പക്ഷെ പ്രവാചകനെ മറന്നു. പ്രവാചകൻ ഇവിടെയുണ്ട്. പിന്നെ പറഞ്ഞു കേട്ടറിഞ്ഞ് എങ്ങനെയോ പ്രവാചകൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വലിയ ഉപവാസമോ പാട്ടോ പ്രാർത്ഥനയോ ക്രൂസൈഡോ ഇതൊന്നും ചെയ്യാൻ കൽപ്പിച്ചില്ല. നീ തോട്ടിൽ ചെന്ന് പുഴയിൽ ചെന്ന് കുളിച്ച് ശുദ്ധനായ. വേറൊന്നും പറഞ്ഞില്ല. ഇയാൾക്ക് ആകപ്പാടെ ദേഷ്യം കയറി. ഞങ്ങളുടെ നാട്ടിൽ എത്രയോ വലിയ നദികളുണ്ട്, ഇതിനേക്കാളൊക്കെ. ഈ യോർദാൻ നദിയേക്കാൾ നല്ല നദികൾ ഞങ്ങളുടെ നാട്ടിലില്ലേ? പാർപ്പരയും പിന്നെ അങ്ങനെയുള്ള നദികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ കുളിച്ച് ശുദ്ധനായിക്കൂടെ? അയാൾ ക്രോധിച്ചു. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ വിചാരിച്ച പ്രവാചകൻ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഉപദേശിമാർ, ചില പെന്തക്കോസ്ത് ഉപദേശിമാരൊക്കെ കാണിക്കും പോലെ കൈ കാണിച്ച് കയൾ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് ഓ ആ ഹീ എന്നൊക്കെ വെച്ച് നിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നു, പോ ഇറങ്ങിപ്പോ, കുഷ്ഠമേ നീ പോ എന്നൊക്കെ പറയുമെന്നൊക്കെ അയാൾ വിചാരിച്ചത്. ഇവിടെ അതൊന്നുമില്ല. പ്രവാചകൻ അവിടെ എവിടെ ഇരിക്കുകയായിരുന്നു എന്ന് ധരിക്കുക. നയമാൻ ചെന്നു, സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. അദ്ദേഹം തലയാട്ടി. എന്താ കാര്യം? എൻ്റെ കുഷ്ഠരോഗമാണ് എനിക്ക്. നീ പോയി യോർദാനിൽ പോയി ഒരു 7 പ്രാവശ്യം മുങ്ങി എന്നിട്ട് പൊക്കോ. ഇയാൾ ഉദ്ദേശിച്ചതും ഇവിടെ പറഞ്ഞതും രണ്ടും വിധത്തിലാണ്. അയാൾ ദേഷ്യപ്പെട്ടു. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു കൊടുത്തു, പ്രവാചകൻ ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ നിസ്സാര കാര്യം യോർദാനിൽ ചെന്ന് മുങ്ങി കുളിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങ് ചെയ്തുകൂടെ? ചെയ്തു നോക്ക്. മനസ്സില്ലാ മനസ്സോടെ അയാൾ യോർദാനിലേക്ക് ചെന്നു, മുങ്ങി, പൊങ്ങി, നോക്കി, ഒരു മാറ്റമില്ല. 1, 2, 3, 4, 5 യാതൊരു മാറ്റമില്ല. ശകലമൊക്കെ ഒന്ന് മാറിയെങ്കിലല്ലേ മാറുമെന്ന് പ്രതീക്ഷിക്കാൻ ഒക്കുള്ളൂ. ഒരു മുറിവുണ്ട്, മുങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതിനൊരു വാട്ടമുണ്ടെന്ന് തോന്നിയാൽ രക്ഷപ്പെട്ടേക്കും. 6ാമത് മുങ്ങിയില്ല, ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഓ ഇതയാൾ കളിപ്പിക്കാൻ പറഞ്ഞ. ഏതായാലും ഒന്നുകൂടെ മുങ്ങിയേക്കാം. മുങ്ങി പൊങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ശുദ്ധനായിരിക്കുന്നു. എന്തിനാ ഈ 7 പ്രാവശ്യം പറഞ്ഞത്? അതിൻ്റെ ഉദ്ദേശം ഏതായാലും ശരി. ആ ഇസ്രായേൽക്കാരത്തിയായ പെൺകുട്ടി പറഞ്ഞത് കേട്ടിട്ട് നയമാൻ ഒന്ന് നന്നായി മുങ്ങിക്കുളിച്ചു. കുളിച്ചപ്പോൾ അവൻ്റെ ഇത് മാറി. അവൻ നേരെ പ്രവാചകൻ്റെ അടുത്ത് ചെന്നു. ഞാൻ എന്തു വേണമെങ്കിലും തരാം, സമാധാനത്തോടെ. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ സമാധാനം ഇപ്പോഴാണ്. എല്ലാവരും വെറുത്തിരുന്ന കുഷ്ഠരോഗിയാണ് ഞാൻ. കുഷ്ഠം എല്ലാവർക്കും വെറുപ്പുളവാക്കുന്ന ഒന്നാണ്. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് നിന്നെക്കുറിച്ച് കേട്ട് നിന്റെ മുൻപാകെ വന്നത്. നിനക്ക് എന്തു വേണം? ഒരു കഴുത ചുമട് പൊന്നു വേണമെങ്കിലും ഞാൻ തരാം. സ്വർണമോ എന്തു വേണം ഞാൻ തരാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ രാജ്യത്തിലെ 2ാമനാണ്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിൽ 2ാമൻ ഞാനാണ്. നിനക്കെന്തു വേണം? സമാധാനത്തോടെ പൊക്കോളാൻ പറയും. അപ്പോൾ ഇയാൾ ഒരു കാര്യം പറഞ്ഞു, ഇനിമേലാൽ ഈ യഹോവയ്ക്കല്ലാതെ ഹനനയാഗങ്ങളോ ഭോജനയാഗങ്ങളോ ഞാൻ അർപ്പിക്കയില്ല. അയാൾ അവിടെ വെച്ചൊരു തീരുമാനം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭോജനയാഗം, ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഒരു കഴുതച്ചുമട് മണ്ണ് വേണം. അവൾ അറിഞ്ഞത് ഇസ്രായേൽക്കാരത്തിക്ക് അവളുടെ അമ്മയപ്പന്മാർ പറഞ്ഞു കൊടുത്ത അറിവ് തക്ക സമയത്ത് അവൾ ഉപയോഗിച്ചപ്പോൾ ഒരു കുഷ്ഠരോഗി രക്ഷിക്കപ്പെടുവാനിടയായി. എന്നിട്ട് അയാൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ, ഇനിമേലാൽ യഹോവയ്ക്കല്ലാതെ മറ്റാർക്കും യാതൊരുവിധ യാഗങ്ങളും ഞാൻ നടത്തുകയില്ല. എന്നിട്ടൊരു അപേക്ഷയും കൂടെ വെച്ചു. രാജാവ് റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് കുമ്പിടുമ്പോൾ കൈത്താങ്ങലുകാരനായി ഞാനും കൂടെ തല ഉനിക്കേണ്ടി വരുന്നു. അതുമാത്രം ദൈവം എന്നോട് ക്ഷമിക്കണം. നീ ഇറങ്ങിപ്പുറപ്പെടണ്ട. എൻ്റെ ഉള്ളിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി
നിന്റെ സുവിശേഷ ജീവിതം അവസാനിപ്പിച്ച് നീ ഇങ്ങ് പോരെ, അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് ഇടയിൽ എന്നെങ്കിലും ഒരാളെ തന്നിരിക്കും, നിശ്ചയമായി തന്നിരിക്കും. ആ ആളെ പരിശീലിപ്പിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട വേറെ ആളെ ഏൽപ്പിച്ചോളും. അവിടുന്ന് നീ കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ടയാടണം. വേട്ടയാടിയ മൃഗത്തെ കൊല്ലണം, കൊന്നിട്ട് അതിൻ്റെ രക്തം കളയണം. രക്തം മനുഷ്യന് കുടിക്കാൻ പാടില്ല, കാരണം രക്തത്തിലാണ് ജീവൻ. മാംസത്തോടുകൂടി ജീവനെ തിന്നരുത് എന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ പഠിച്ചിരിക്കുന്ന നിങ്ങൾ രക്തം ഭക്ഷിക്കരുത്, മാംസം ഭക്ഷിക്കുകയും വേണം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അവസ്ഥ മാറി. മാംസത്തോടുകൂടി രക്തവും ഭക്ഷിക്കണം, ഇത് പുതിയ നിയമം. രക്തത്തിലാണ് ജീവൻ, അത് തിന്നരുത് എന്നുള്ളത് പഴയ നിയമം. രക്തം ഭക്ഷിച്ച് മാംസം ഭക്ഷിച്ച് രക്തം പാനം ചെയ്ത് നിത്യജീവന് വേണ്ടിയിട്ട്, അവിടെ രക്തം ഭക്ഷിക്കുന്നത് മരണത്തെ ഹേതുവാകുമെങ്കിൽ ഇവിടെ രക്തം ഭക്ഷിക്കുന്നത്, രക്തത്തിൻ്റെ സാദൃശ്യം അത് ഭക്ഷിക്കുന്നത് ജീവഹേതുകമായ വിദ്യ, ജീവന് വേണ്ടിയിട്ട് ഇവിടെ അവിടെ മരിക്കാതിരിപ്പാൻ ഉപേക്ഷിക്കുക. അങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന മൃഗത്തെ നന്നായി കൊന്ന് നന്നായി പാകം ചെയ്യണം. അടുപ്പിലിട്ട് ചുട്ടെടുക്കുകയല്ല വേണ്ടത്, അത് അപ്പന് ഇഷ്ടമല്ല. പിന്നെ അപ്പന് രുചികരമായ, എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് മൃഗത്തെ വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്നു. തല്ലിക്കൊന്നല്ല, വേട്ടയാടിയ മൃഗം വീണപ്പോൾ ഓടിച്ചെന്ന് കഴുത്തറുത്ത് അതിൻ്റെ രക്തം കളഞ്ഞ് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ലതും ചെയ്യാറുണ്ട്. എങ്ങനെയെങ്കിലും കൂട്ടത്തിൽ കൂട്ടാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നന്നായി അറിഞ്ഞതിന് ശേഷം മാത്രം. അങ്ങനെ നന്നായി അറിഞ്ഞത് കൂട്ടത്തിൽ വരുമ്പോൾ തൊഴുത്തിൽ കുത്തുണ്ടാകത്തില്ല, അല്ലെങ്കിൽ തൊഴുത്തിൽ കുത്തായി, പരദൂഷണമായി, വഴക്കായി, ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെയുള്ളവരെ ചിലരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായി മരിച്ചു കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ജീവനില്ല, പിന്നെ അതിൻ്റെ ജീവൻ ദൈവത്തിലാണ്. ആ ദൈവം കൊടുത്ത ജീവൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ വിധത്തിൽ ചെയ്താലും. ഇന്ന് സഭാസമൂഹങ്ങളിൽ വടിയും പത്തലും ഉപയോഗിച്ച് സഭയ്ക്കകത്ത് തല്ലുന്നില്ല എങ്കിൽ തന്നെയും വചനത്തിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് അടിക്കുന്ന അടി വലിയ കേമമായ അടി അടിക്കുന്ന, നാവിന് എല്ലില്ലാത്ത ഒട്ടേറെ പേർ ഇന്നുമുണ്ട് സഭകൾക്കുള്ളിൽ ജീവിച്ചിരിക്കും. നീ നിന്റെ ഈ സ്വഭാവം അങ്ങ് വിടുക. വിടണമെങ്കിൽ നന്നായി കഴുകിയെടുക്കും, രക്തത്തിൻ്റെ അംശം പോലും ഇല്ലാതെ നന്നായി കഴുകിയെടുത്തിട്ട് നല്ല തിളച്ച എണ്ണയ്ക്കകത്തിട്ട് നീ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് അത് അപ്പൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പനത് വാങ്ങി ഭക്ഷണം കഴിച്ചിട്ട് പറയും, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയണമെങ്കിൽ ആദ്യം ഞാൻ ശുദ്ധനായിത്തീരണം. ശുദ്ധനായിത്തീരാത്ത ഉപദേശിക്ക് മറ്റൊരാൾ ശുദ്ധനാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഉപദേശിക്കാൻ ഇറങ്ങുന്നവൻ ശുദ്ധനാകണം. കാരണം അവൻ പിടിക്കാൻ പോകുന്ന വേട്ടമൃഗം കാട്ടിലെ മോശപ്പെട്ട ഞണ്ടോ ഞവണിക്കയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല. പിന്നെയോ ഏറ്റവും ശക്തനായ മൃഗത്തിൻ്റെ മുൻപിലേക്കാണ് ദൈവം നിന്നെ അയക്കാൻ പോകുന്നത്. അവൻ്റെ മുൻപിൽ ചെന്നാൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മാറാൻ പറ്റില്ല. പിന്നെയോ ശക്തിയോടെ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുവാൻ തക്കവണ്ണം അഭ്യാസം നേടിയെടുക്കണം. വചനത്തിൽ കൂടി വചനം പഠിക്കണം. വചനം പഠിക്കാനൊന്നും നമുക്ക് നേരമില്ല. അങ്ങനെ ദൈവം തരുന്ന ശക്തിയോട് കൂടിയിട്ടാണ് ഈ മൃഗത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനെ കൊന്ന് അതിൻ്റെ കഴുത്തറത്ത് രക്തം കളഞ്ഞ് അതിനെ നന്നായി തൊലിയുമെല്ലാം ഉരിച്ചു കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ കുടലും മറ്റ് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം അഴുക്കെല്ലാം മാറ്റി നന്നായി തിളച്ചു നന്നായി പാകം ചെയ്ത് അപ്പന് കൊടുക്കണം. അപ്പൻ ആഗ്രഹിക്കുന്നത് അതാണ്. നീ കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ടതയാണ്,
വേട്ടയുടെ ഒരു പങ്ക് നീ എടുത്തോ, ബാക്കി പങ്ക് എനിക്ക് തന്നേക്ക് എന്നല്ല പറഞ്ഞു. എനിക്ക് വേണ്ടി നിനക്ക് കിട്ടുന്ന വേട്ട മുതൽ മുഴുവൻ എനിക്കുള്ളതായിരിക്കണം, പിതാവിനായിരിക്കണം. പിതാവാണ് നിങ്ങളെ അയക്കുന്നത്. പിതാവ് നിങ്ങളെ അയക്കുന്നുവെങ്കിൽ വിശ്വസ്തയോടെ പിതാവിന് വേണ്ടി ചെയ്യണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന ഭാര്യ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന യുവാവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ഇവിടെ അതല്ല ആവശ്യപ്പെടുന്നത്. എനിക്ക് വേണ്ടി വേട്ടയാടണം, ദൈവത്തിന് വേണ്ടി വേട്ടയാടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. ചിലരുടെ സൗഹൃദം ഇല്ലാതെ പോകും. ചിലർ അവരുടെ പാർട്ടികൾക്ക് വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റാതെ വരും. ഞായറാഴ്ച വിവാഹങ്ങളുണ്ടാകും, പക്ഷേ എനിക്ക് സഭായോഗത്തിന് പോകണം, അപ്പോൾ കുഴപ്പമുണ്ടാകും. ചില ദൈവീകമെന്ന് തോന്നിക്കാവുന്ന ചില പേക്കൂത്തുകളുണ്ട്, അതിനൊക്കെ വിളിക്കും. എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് നടത്തുന്ന നടത്തിപ്പുകാർക്ക് നമ്മളോട് വിരോധം ഉണ്ടാകും. ഇങ്ങനെയുള്ള വിരോധങ്ങൾ ഉണ്ടാകുന്നതിനെ അവഗണിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ തള്ളിക്കളയുവാൻ മനസ്സുള്ളവൻ്റെ ഇഷ്ടമറിഞ്ഞ് അവൻ്റെ പുറകെ പോയാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നമ്മുടെ സഭയിൽ VBS നടന്നു. കുട്ടികളെ വചനം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയാം. ഏറ്റവും നല്ല കാര്യമാണ് കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഇവനെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം. യഹോവയായ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു, നീ നിന്റെ മകനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം യഹോവയെക്കുറിച്ച്. അവൻ്റെ മകനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അവൻ്റെ മകൻ തലമുറകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഇവിടെ നമ്മുടെ വീട്ടിലാകപ്പാടെ 2 കുഞ്ഞുങ്ങളുണ്ടാകും, 2 ജോലിയിൽ ആയിരിക്കും. ഇവിടെ ആദ്യം എനിക്ക് മുൻപ് പറഞ്ഞ ദേവദാസൻ പറഞ്ഞു, തിരുവല്ലയിലോ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സ്ഥലം വാങ്ങിക്കാൻ ആളുകൾ കഷ്ടപ്പെടുകയാണ്. അമ്മയപ്പന്മാർ ഒറ്റയ്ക്ക് ഒത്തിരിയുണ്ട്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? തൃശ്ശൂരില്ലേ, പാലക്കാടില്ലേ, ഇവിടെ ഈ വടക്കഞ്ചേരിയിലില്ലേ. 2 മക്കളേ ഉള്ളൂ, 2 പേരും വിദേശത്ത. അപ്പനും അമ്മയും 2 കൊമ്പത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കാക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. പക്ഷേ സ്ഥലത്തിനൊന്നും വില കുറവൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10,000 രൂപ സെൻറ്റിന് വിലയുള്ളതാണെങ്കിൽ അവർ കാരണന്മാരെ ഈ അപ്പനും അമ്മയും കൂടെ ചോദിക്കുന്നത്, നമ്മളോട് ചോദിക്കുന്നത് 10,000 രൂപ വിലയുള്ള സ്ഥലത്തിന് 1 ലക്ഷം രൂപ ചോദിക്കും. എന്തിനാ ഇത്രയും കാശ്? മക്കൾക്ക് വേണ്ടി. അപ്പോൾ അവർ സമ്പാദിക്കുന്നു മക്കൾക്ക് വേണ്ടി. ദൈവത്തിന് വേണ്ടി എന്തുണ്ടോ? ഒന്നുമില്ല. ആ അവസ്ഥയിലേക്ക് മാറാൻ കാരണം ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് മക്കളൊക്കെ കൂടെ അവരുടെ അമ്മയപ്പന്മാരെ, കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പ്രായമായ അമ്മയപ്പന്മാർ ഒന്നുകിൽ അവർക്ക് ഇത്ര വർഷത്തേക്ക് ഇത്ര രൂപ അടയ്ക്കുക, അവരെ അവർ സംരക്ഷിച്ചു. മക്കൾക്ക് അവരുടെ ഇഷ്ടം പോലെ പോവാം. അമ്മേനെ അപ്പനെയും കൊണ്ടൊന്ന് അവിടെ ആക്കിയാൽ മതി. ബാങ്കുകാർ ഇതിൻ്റെ ബാക്കി വിശദീകരണമൊന്നും എനിക്കറിയില്ല, ഞാൻ ഇത്രയേ കേട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തുക അടയ്ക്കാനില്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പെൻഷൻ, അങ്ങനെ പെൻഷനുള്ളവരെ അവർ നോക്കിക്കോളും. അപ്പോൾ ATM കാർഡ് അങ്ങ് കൊടുത്താൽ മതി അവർക്ക്. പെൻഷൻ ബാങ്കിൽ വരും, ഈ സംഘടനക്കാർ ATMൽ നിന്ന് അവർ പൈസ എടുക്കും. മക്കൾക്ക് വേണ്ട അപ്പനെ അമ്മയെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുകടിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ അമ്മയപ്പന്മാർ നിങ്ങളെ വളർത്തിയപ്പോൾ അവരുടെ എത്രയോ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതെ പോയി. ഭക്ഷണം കഴിക്കാതെ വയറ് മുറുക്കി ഉടുത്തുകൊണ്ട് മക്കളെ വളർത്തിയില്ലേ? ഇപ്പോൾ മക്കൾക്ക് വിശക്കാൻ പറ്റില്ല, അമ്മയപ്പന്മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. വചനം കൽപ്പനയായി പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പനകളിൽ യഹോവയായ ദൈവം തൻ്റെ കൈവിരലുകൾ കൊണ്ട് കൽപ്പലകയിൽ എഴുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും മാനിക്കാം.
അപ്പനെയും അമ്മയും മാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് കൊണ്ടേ ആക്കി കാശ് കൊടുത്തേക്കാവെന്ന് പറയുന്നതാണ്. അപ്പനും അമ്മയ്ക്ക് ഞാൻ പൈസ തന്നേക്കാം, നിങ്ങൾ നോക്കൂ. ഈ അപ്പൻ്റെ അമ്മയുടെയും അടുത്തേക്ക് നീ പെണ്ണ് കെട്ടി നിനക്ക് ഭാര്യയും മക്കളും ആകുന്നതിന് മുൻപ് നീ വർഷത്തിലൊരിക്കൽ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നോക്കിയിരിക്കുന്ന അപ്പന്മാരില്ലേ, വഴിയിലേക്ക് നോക്കിയിരിക്കുന്നു. എൻ്റെ മോൻ ഇന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഒട്ടേറെ വൈകും. കാരണം ഈ ഓഫീസ് സമയമൊക്കെ കഴിഞ്ഞിട്ടും അവൻ ഓരോരുത്തരെയും വിളിച്ച് കളക്ഷൻ എൻ്റെ വേണ്ട സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റും ഒക്കെ എടുത്തൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും രാത്രി 8 മണിയൊക്കെ കഴിയും. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ അമ്മയും നോക്കിക്കൊണ്ടിരിക്കും അകത്ത്. അമ്മ അകത്ത് ഊണുമേശയുടെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറത്ത് കസേരയിട്ട് എൻ്റെ വരാന്തയിൽ നോക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ലൈറ്റ് അങ്ങ് കാണുമ്പോൾ വന്നു, എന്തൊരാശ്വാസം. ഈ ആശ്വാസം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ നാളെ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. കീഴടങ്ങിയിരിപ്പാൻ മനസ്സില്ലാത്ത നീ ഗുണം പിടിക്കില്ല. ആർക്കെന്നോട് വിരോധം തോന്നിയിട്ടും കാര്യമില്ല. അപ്പന് കീഴടങ്ങിയിരിക്കാത്ത മകൻ ആരാണോ അവൻ ഗുണം പിടിക്കില്ല. നീ നിശ്ചയമായി നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിച്ച് അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ഇവിടെ മക്കളെ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഉപദേശം പറയാനും പറ്റില്ല. ഉപദേശം പറയാത്ത മക്കളിൽ കൂടി സഭയ്ക്ക് ഒരു പ്രയോജനവുമില്ല. സഭയുടെ ശവക്കോട്ട നന്നാക്കാനായിട്ട് 50 രൂപ വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും 50 രൂപ വെച്ച് തരണം ശവക്കോട്ട നന്നാക്കാനാണ്. ഞാൻ തരത്തില്ല, ഞാൻ പണിയെടുത്തോളാം. എല്ലാവരും കൂടെ ഒന്നിച്ചു പോയി ചെയ്യാമെന്ന് സഭ തീരുമാനിച്ചാൽ ശരി, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. അല്ലെങ്കിൽ എൻ്റെ വീതം 50 രൂപയല്ല, അത് കൂടുതൽ തന്നേക്കാം, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരാളുടെ പണിക്കൂലി തന്നേക്കാം. അപ്പോൾ കേൾക്കുന്നവർക്കും നടത്തുന്നവർക്കും ആവശ്യപ്പെട്ടവർക്കും ഒരു തൃപ്തി ഉണ്ടാകും, ദൈവത്തിനും ഉണ്ടാകും. ഇത് ആദ്യം വിഘടിക്കുകയാണ്. ഞാൻ വരില്ല, എനിക്ക് പറ്റില്ല. ദൈവത്തിൻ്റെ ആവശ്യത്തിന് ഇത് സഭയുടെ ആവശ്യമാണ്. സഭയുടെ ആവശ്യം ദൈവത്തിൻ്റെ ആവശ്യമാണ്, ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. അതിനു വേണ്ടി ചോദിക്കുമ്പോൾ മർക്കട മുഷ്ടി പിടിക്കുന്ന നീ, അപ്പോൾ നിന്നോട് നിന്റെ ദൈവം എങ്ങനെ ആയിരിക്കണം? മർക്കട മുഷ്ടി പിടിക്കണം? അതോ ദൈവം നിന്നോട് പറയണോ? സ്വർഗത്തിൽ നിന്ന് ഒന്ന് പറയുമൊന്നുമില്ല. ഇറങ്ങി വന്ന ദൈവത്തിന് പറയാനുള്ള എല്ലാം ഈ പുസ്തകത്തിലാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്നവരാകയാൽ ദൈവത്തോട് കണക്ക് പറയേണ്ടുന്നവരാണ് അവർ. അതുകൊണ്ട് നീ അവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നിങ്ങൾക്ക് നന്നോ ആകണമെങ്കിൽ നിങ്ങളെ നടത്തുന്നവരെ, സഭയിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. അതിന് പറ്റാത്തവർ ദൈവവും ഭാഗം ഒന്നുമല്ല. ദൈവം നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ഞാൻ ആരാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ആരാ? ആ ബോധ്യം ഇന്ന് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ദൈവ പൈതലാണ്. ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണ് ഞാൻ പുതിയ നിയമ ഇസ്രായേൽ ഗോത്രത്തിലെ ഒരംഗമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ചേരും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടായില്ല? രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തിന് രക്ഷിക്കപ്പെടണം? ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അതോ ദൈവത്തോട് ചേരുവാൻ വേണ്ടിയിട്ടാണോ രക്ഷിക്കപ്പെടുക? ആ രക്ഷിക്കപ്പെടുവാൻ ദൈവത്തോട് ചേർന്ന നീ ഒരു പുതിയ സൃഷ്ടിയായോ? ആയെങ്കിൽ നിന്റെ ദേശത്ത് നിനക്ക് പുതിയ പേരുണ്ടോ? പലർക്കും പേരുണ്ട്. പെന്തക്കോസ്ത് തെമ്മാടി ഒരാളുടെ പേരാണ് പുതിയ സൃഷ്ടിയുടെ പേര്.
പെന്തക്കോസ്ത് തെമ്മാടി. അതായിരിക്കരുത് നിങ്ങളുടെ പേര്. പിന്നെയോ നീ സുവിശേഷം അറിയിക്കുന്ന ഉപദേശി എന്ന പേരിൻ്റെ ഉടമസ്ഥനാണ്. അതിന് പല വ്യാഖ്യാനങ്ങളും പര്യായപദങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ വേലക്കാരൻ എന്ന പേരെടുത്ത് നീ സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നവനാണോ? ആഗ്രഹിക്കുന്നവനാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ്, 2000 അടുത്ത വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ അവിടെ ചേർക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർക്കും. ഈ കർത്താവ് തന്ന വാഗ്ദത്തം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ലേഖനകാരൻ ഇങ്ങനെ എഴുതുന്നു: പാപം ചെയ്യാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവ് രണ്ടാമത് വീണ്ടും വരും. പ്രത്യാശയുള്ളവർക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. ആദ്യം ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്തായിരിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഞാൻ ദൈവത്തോട് കൂടെ ആണോ, അതോ ഞാൻ ദൈവത്തിൻ്റെ ശത്രുവാണോ? ദൈവരാജ്യം കാംക്ഷിച്ചു വരുന്നവരെ ആരെയും സഭയിൽ നിന്ന് തല്ലി ഓടിക്കുന്നവനാണോ ഞാൻ ആരാണ്? ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. എൻ്റെ കഴിവുകേട് ദൈവത്തോട് പറയുക. ദൈവം നടത്തി തന്നു. ഞാൻ എൻ്റെ കഴിവുകേട് ദൈവത്തോട് പലപ്പോഴും പറയും. ദൈവത്തോടാണ്. ദൈവം അതിന് പ്രതിവിധി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരാണ്? നിങ്ങളാരാണ്? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ദൈവം നിങ്ങളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? ചിന്തിക്കുക. എന്നിട്ട് ദൈവത്തോട് ചേർന്നെടുക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ എൻ്റെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ അല്ല, എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവായ ദൈവമേ, മനസ്സിലെ ആഗ്രഹം പറയുക. എന്താണ് നിൻ്റെ മനസ്സിലെ ആഗ്രഹം? അവൻ നിനക്ക് തരും. സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിൻ്റെ 4ആണോ 2ആണോ, അവിടെ പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും, നിശ്ചയമായി. 21-ാമത്തെ അധ്യായത്തിലും ഇത് തന്നെ തുടർന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവനെ സമർപ്പിക്കുക, നിൻ്റെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, യഹോവ അതിനെ നോക്കും. ഇതൊന്നും ആരെത്രയൊക്കെ പറഞ്ഞാലും ശരി, സഭായോഗത്തിന് വന്നിരുന്നു, കേട്ടു, എല്ലാം കേട്ടു, തലകുലുക്കിയൊക്കെ സംഭവിച്ചു, പുറത്തേക്ക് എടുക്കുമ്പോൾ നീ പോടാ നിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴി. ഇതാകരുത് നമ്മുടെ സുവിശേഷം കേൾക്കൽ, ഇതാകരുത് ദൈവപൈതലിൻ്റെ സ്വഭാവം. വീട്ടിൽ ചെന്ന് ഇതൊക്കെ കൂടി ഒന്ന് ആലോചിക്കണം ഇരുന്നുകൊണ്ട്. എന്നിട്ട് ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. ദൈവം നിങ്ങളെ സഹായിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തോത്രം.